നമ്മുടെ നന്ദനയാണ്. നന്ദനയ്ക്ക് ന്യൂസിലൻഡിൽ പോയിട്ട് 1 ഇയർ മാസ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റുഡന്റ് വിസ അപ്രൂവ് ആയേക്കാണ്. നമുക്ക് നന്ദനയുടെ അടുത്ത് ഇതുവരെയുള്ള എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിച്ചറിയാം. ഹായ് നന്ദന. നന്ദന എവിടെ നിന്ന് വരുന്നത്? തൃശ്ശൂരിൽ നിന്ന്. 12th കഴിഞ്ഞിട്ടുള്ള അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഒക്കെ എന്തായിരുന്നു? 12th കഴിഞ്ഞിട്ട് ഞാൻ BCom ചെയ്തു, അതിനുശേഷം MBA ചെയ്തു, പിന്നെ ഒരു 3 ഇയർ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ന്യൂസിലൻഡാണ് വിസ അപ്രൂവ് ആയിരിക്കുന്നത്. ന്യൂസിലൻഡ് നോക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും കൺട്രി ട്രൈ ചെയ്തായിരുന്നു പോകാൻ വേണ്ടിയിട്ട്? ട്രൈ ചെയ്തിട്ടില്ല, ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു 7-8 months ആയിട്ട് ന്യൂസിലൻഡ് നോക്കുന്നുണ്ട്. നന്ദന ആക്ച്വലി ന്യൂസിലൻഡ് ഒരു സ്റ്റഡി ഡെസ്റ്റിനേഷൻ ആയിട്ട് എടുക്കാനുള്ള റീസൺസ് എന്തായിരുന്നു? അതായത് ഒന്നാമത് ഞാൻ നോക്കിയത് വെതറാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അഫോർഡബിൾ ഫീസിൽ മാസ്റ്റേഴ്സ് ചെയ്യാന്നുള്ളതായിരുന്നു. അത് ന്യൂസിലൻഡ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഞാൻ പഠിച്ചതായി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സും എനിക്ക് കിട്ടി. അപ്പം എന്തായാലും ഫിക്സ് ചെയ്തു. നന്ദന ന്യൂസിലൻഡിലേക്ക് എടുത്തേക്കുന്ന മാസ്റ്റേഴ്സ് എത്ര വർഷമാണ്? 1 വർഷമാണോ 2 വർഷമാണോ? ഞാനിപ്പോൾ 1 ഇയർ മാസ്റ്റേഴ്സ്. എത്രയാണ് ഫീസ് വരുന്നത്? ഫീസ് ഒരു 17 to 18 lakhs വരുന്നു. അപ്പോൾ 1 വർഷത്തിന് ശേഷം 3 വർഷം സ്റ്റേ ബാക്ക് ഉണ്ട്. നന്ദന എങ്ങനെയാണ് ചോയ്സ് ക്യാമ്പയിൻ സ്റ്റഡി അബ്രോഡിനെ കുറിച്ച് അറിഞ്ഞത്? എൻ്റെ ഒരു ഫ്രണ്ട് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വഴി അറിഞ്ഞതാണ്. അപ്പോൾ ആ ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ കോൺടാക്ട് ചെയ്തു. ഫ്രണ്ട് ഇപ്പൊ എന്ത് ചെയ്യുന്നു? ആ ഫ്രണ്ടും ട്രൈ ചെയ്യുന്നുണ്ട്. സ്റ്റിൽ നമ്മുടെ അടുത്ത് തന്നെയാണ് ഉണ്ട്. ഓക്കെ. ന്യൂസിലൻഡിൽ ചൂസ് ചെയ്തിരുന്ന കോഴ്സ് ഏതായിരുന്നു? മാസ്റ്റേഴ്സ് ഓഫ് ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ലീഡർഷിപ്പ്. ഓക്കെ. നന്ദന ഇതുവരെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ചോയ്സ് ക്യാമ്പയിൻസ് ത്രൂ പ്രോസസ് ചെയ്തപ്പോൾ, എസ്പെഷ്യലി വിസ ഡോക്യുമെന്റേഷൻ? എനിക്ക് തീരെ പ്രശ്നങ്ങളായിട്ടൊന്നും തോന്നിയില്ല. കൂടെ എനിക്ക് ഇഷ്യൂ വന്നത് ബാങ്കിന്റെ സൈഡിൽ നിന്ന് മാത്രമായിരുന്നു. അല്ലാണ്ട് ഇവിടുന്ന് ഏജൻസിയിൽ നിന്ന് എനിക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. എല്ലാ ഡോക്യുമെന്റ്സും എൻ്റെ എഡ്യൂക്കേഷണൽ ഡോക്യുമെന്റ്സും എല്ലാം അവർ പക്കായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം സ്മൂത്തായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഓഫർ ലെറ്റർ കിട്ടി, വിസ കിട്ടുന്ന വരെയുള്ള പ്രോസസ്സിങ് എത്ര സമയമാണ് എടുത്തത്? ഓഗസ്റ്റ് ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്. എനിക്ക് ആ ഓഫർ ലെറ്റർ ആ സമയത്ത് കിട്ടിയായിരുന്നു. ഓഫർ ലെറ്റർക്ക് പെട്ടെന്ന് കിട്ടിയൊരു 5 daysനുള്ളിൽ ഓഫർ ലെറ്ററും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സ് ബാങ്ക് ത്രൂ സെറ്റ് ചെയ്യാനായിരുന്നു ഒരുപാട് ടൈം എടുത്തത്. അതൊരു 2 months എടുത്തു. പിന്നെ ബാക്കിയെല്ലാം വിസ പ്രൊസീജിയേഴ്സൊക്കെ ഒരു 1 month എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാം ഭയങ്കര ഫാസ്റ്റായി. നേരത്തെ മെൻഷൻ ചെയ്തായിരുന്നല്ലോ ന്യൂസിലൻഡ് നോക്കുന്നതിന് മുമ്പ് വേറെ 1-2 കൺട്രികളൊക്കെ റിസർച്ച് ചെയ്തായിരുന്നു. ഞാൻ അയർലൻഡ് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എന്തുകൊണ്ടാണ് ആ കൺട്രികൾ നോക്കാണ്ട് ന്യൂസിലൻഡ് എടുത്തതെന്നുള്ളത്? എൻ്റെ കുറച്ച് ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സ് സെറ്റ് ചെയ്യാണ്ടായിരുന്നു. പക്ഷെ അത് അയർലൻഡായിട്ട് അത് ശരിയാവില്ല. ITRന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ നോക്കാതെ. പിന്നെ അയർലൻഡിൽ സ്റ്റേ ബാക്ക് ന്യൂസിലൻഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു കൊല്ലം കുറവാണ്. അതുകൊണ്ട് ഞാൻ ന്യൂസിലാൻഡ് തന്നെ നോക്കി. അയർലൻഡിൽ നന്ദന അന്വേഷിച്ചായിരുന്നു എങ്ങനെയാണ് PR കിട്ടുന്ന സാധ്യതയും കാര്യങ്ങളൊക്കെ? ഡീറ്റെയിൽഡ് ആയിട്ട് അറിയില്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി കുറച്ച് ചാൻസ് കുറവാന്നുള്ളത് കേട്ടു. ഓൾറെഡി മാസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അയർലൻഡിലേക്ക് നോക്കുമ്പോൾ അതൊരു ഇഷ്യൂ ആണെന്ന് അറിഞ്ഞോ? അതോ അതിനെ കുറിച്ച് അന്വേഷിച്ചായിരുന്നോ? അത് ചെക്ക് ചെയ്തപ്പം അങ്ങനെ ഒരു വീണ്ടും റിപ്പീറ്റേഷൻ എന്നുള്ള രീതിയിൽ വരും. അപ്പം അതിൻ്റെ ഒരു ഇഷ്യൂ വരുന്നുള്ള ചാൻസ് എടുക്കണം, ഒരു റിസ്ക് എടുക്കണമെന്ന് വിചാരിച്ചു. നന്ദനയ്ക്ക് വിസ കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു ഹാപ്പി മൊമെന്റ്സ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്തത്? എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം കുറേ നാളത്തെ കഷ്ടപ്പാടാണല്ലോ, ഇതിന് പുറകെ കുറേ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം ഞാൻ വേറെ ഏജൻസിയിൽ നോക്കിയപ്പം ഇത് അവർ പറ്റില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെയാണ് എൻ്റെ ഫ്രണ്ട് ത്രൂ ഞാൻ ചോയ്സിലേക്ക് വരുന്നത്. അവരെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അതിനുശേഷം വിസ കിട്ടിയെന്ന് പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഹാപ്പി. ന്യൂസിൽ എത്തിക്കഴിഞ്ഞിട്ട് എന്തൊക്കെ സർവീസാണ് ചോയ്സ് ക്യാമ്പയിൻസിന്റെ ഓഫീസിൽ നിന്ന് നന്ദനയ്ക്ക് പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞേക്കുന്നത്? എനിക്ക് അക്കോമഡേഷൻ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ എയർപോർട്ടിൽ എത്തിയതിന് ശേഷം പിക്കപ്പ് ഒക്കെ അവരെന്നെ ചെയ്യും. പിന്നെ അതിന് മുന്നേ ഞാൻ ഏജൻസിയുടെ ഇൻസ്റ്റാഗ്രാം ത്രൂ ഞാൻ ഓരോരുത്തർക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇതിലൂടെ പോയവർക്കൊക്കെ ഒരു 10 പേർക്കെങ്കിലും ഞാൻ അയച്ചിട്ടുണ്ടാവും. അപ്പോൾ അവരെല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുള്ള ഉറപ്പ് എനിക്ക് അവർ തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഓക്കെ. നന്ദന എങ്ങനെയാണ് ഫണ്ട് കാണിച്ചിരുന്നത്? എഡ്യൂക്കേഷൻ ലോൺ ആയിരുന്നോ, എന്തെങ്കിലും FD സേവിങ്സ് ആയിരുന്നോ, എങ്ങനെയായിരുന്നു എമൗണ്ട് കാണിച്ചിരുന്നത്? മെയിനായിട്ട് എഡ്യൂക്കേഷൻ ലോൺ തന്നെയായിരുന്നു. പിന്നെ കുറച്ച് സേവിങ്സ്. നന്ദന ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ആളാണോ? ആണ്. അപ്പോൾ ന്യൂസിലേക്ക് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു സ്റ്റുഡൻ്റ് ഉണ്ടെങ്കിൽ നന്ദനയുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് അവർക്കും ന്യൂസിൻ്റെ സ്റ്റഡി വിസ പോസിബിൾ ആണെന്ന് തോന്നാറുണ്ടോ? പോസിബിൾ ആണ്. അത് നമ്മൾ മനസ്സ് ഉറപ്പിച്ച് അതിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ എന്തായാലും അത് പോസിബിൾ ആയിരിക്കും. ഞാൻ ഇതിലേക്ക് ആദ്യം ഇറങ്ങി തിരിച്ചപ്പം ക്യാഷ് കയ്യിൽ വെച്ചുകൊണ്ടല്ല. പിന്നെ നമ്മൾ മൊത്തത്തിൽ ഇതിലേക്ക് ഓരോ കാര്യങ്ങൾ അന്വേഷിച്ച് വരുമ്പം നമ്മൾ അതെല്ലാം ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സ് എല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോൾ തനിയെ എല്ലാം ശരിയായി വന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു ITR അങ്ങനെ എന്തൊക്കെ വേണ്ടി വന്നായിരുന്നോ ഇതിന്റെ പ്രോസസ്സിംഗ്? ITR വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇനി നന്ദനയുടെ അടുത്ത് ഏതെങ്കിലും ഫ്രണ്ട്സോ ഫാമിലിയോ അല്ലെങ്കിൽ വർക്ക് ചെയ്ത സ്ഥലത്തെ കൊളീഗോ ഒക്കെ ന്യൂസിലേക്ക് ഒരു സ്റ്റുഡന്റ് വിസ ഓപ്ഷൻ ചോദിക്കുകയാണ്,
അപ്പോൾ പോകുന്ന ഏജൻസി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചോയ്സ് ക്യാമ്പയിൻസ് റെക്കമെൻഡ് ചെയ്യുമോ? ഉറപ്പായിട്ടും റെക്കമെൻഡ് ചെയ്യും. കാരണം എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടുന്ന് കിട്ടിയത്. എനിക്ക് ആദ്യം ഞാൻ ഇവിടെ കോൺടാക്ട് ചെയ്തപ്പം ആദ്യം ഒരു ടീം എന്നെ കോൺടാക്ട് ചെയ്തു. അവരാണ് എൻ്റെ ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സും എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സും എല്ലാം അവർ മേടിച്ച് പ്രൊസസ് ചെയ്തു. അതിനുശേഷം അവർ വിസ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് വേറൊരു ടീം എന്നെ കോൺടാക്ട് ചെയ്തു. പിന്നെ അതിനുശേഷം വേറെ ടീം, അങ്ങനെ കറക്റ്റായിട്ട് ഒരു മാനേജ്മെൻറ്റ് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് എല്ലാം ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതായത് ഇപ്പം ഞാൻ എൻ്റെ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും മറന്നു പോയാൽ തന്നെ അവരെന്നെ ഓർമ്മിപ്പിച്ച് എല്ലാം ചെയ്തു തരുമായിരുന്നു. ഒരു പേപ്പറിൽ നോട്ട് ചെയ്ത് എല്ലാം കറക്റ്റ് ഓരോന്ന് ടിക്ക് ചെയ്ത രീതിയിൽ തന്നെയായിരുന്നു അവരത് ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. അപ്പം എനിക്ക് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തീരെ എനിക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല ഒരു ഇത് കാരണം. എന്നെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യത്തിലായാലും എൻ്റെ കുറേ ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഭയങ്കര മൊത്തത്തിൽ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി എന്ന് ഞാൻ വിചാരിച്ചപ്പോൾ ഇവർ തന്നെ എനിക്ക് എല്ലാം ഹെൽപ്പ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. എന്തായാലും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഇങ്ങനെ സ്റ്റഡി അബ്രോഡ് നോക്കുന്ന കുറേ സ്റ്റുഡൻസ് അറിയാലോ, കുറേ ഏജൻസിക്കാർ വഴി ചീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഡോക്യുമെന്റേഷൻ ഫീസ്, ഏജൻസി ഫീസ്, പ്രോസസ്സിംഗ് ഫീസ്, ലോയർ ഫീസ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാശൊക്കെ വാങ്ങി ചീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നന്ദനയുടെ അടുത്ത് ചോയ്സ് ക്യാമ്പയിൻസ് ഏജൻസി എന്തെങ്കിലും കാശ് വാങ്ങിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ സെപ്പറേറ്റ് ഫീസും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ എനിക്ക് കൊടുക്കേണ്ടി വന്നത് അത് വിസ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അത് ഞാൻ ഉള്ളതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ട്യൂഷൻ ഫീസും ലിവിങ് എക്സ്പെൻസും മാത്രം. എല്ലാം ഞാൻ ഇവിടുന്ന് എന്തെങ്കിലും ഫ്രോഡ് നടക്കുന്നുണ്ടോ എന്ന് ഇതാക്കാൻ ഞാൻ ഒന്ന് കൺഫേം ചെയ്യാനല്ല ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ അടുത്ത് ഫീസൊന്നും അവർ മേടിച്ചിട്ടില്ല. ഉള്ള വിസ പ്രോസസ്സിങ് ഫീസ് മാത്രമേ ഉണ്ടായിരുന്നു. നന്ദന തൃശ്ശൂർ സൈഡിൽ നിന്നല്ല വരുന്നത്. അപ്പോൾ തൃശ്ശൂർ നോക്കുമ്പോൾ ഒരുപാട് സ്റ്റഡി അബ്രോഡ് ചെയ്യുന്ന ഏജൻസികളുണ്ട്. അപ്പോൾ അവരൊന്നും കൺസിഡർ ചെയ്യാണ്ട് എന്തുകൊണ്ടാണ് ചോയ്സ് ക്യാമ്പയിൻസിലേക്ക് വന്ന് ഇവിടെ നിന്ന് ന്യൂസിലേക്ക് ഒരു സ്റ്റഡി വിസ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം? നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കുറേ ഏജൻസിയിൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കണേന് ആ സമയത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയിട്ടെല്ലാം സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിളിച്ച് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർക്ക് എൻ്റെ പ്രൊഫൈൽ നോക്കിയിട്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും പറയുന്നത്, നോക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ. അതിനുശേഷമാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം, ശ്രമിക്കാം, എനിക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് അവിടെ നിന്ന് കിട്ടിയത്. അപ്പോൾ പിന്നെ എനിക്ക് കുറച്ചൊരു ഉഷാറ് വന്നു. അപ്പം ഞാൻ തന്നെ എല്ലാത്തിലും ഇറങ്ങി തിരിച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. അവരെല്ലാം സോർട്ട് ചെയ്ത് എല്ലാം പെട്ടെന്നായിരുന്നു എനിക്ക് ഇവിടുന്ന് ചെയ്തു തന്നത്. നന്ദന, അപ്പോൾ എല്ലാവിധ ബെസ്റ്റ് വിഷസും. ന്യൂസിലൻഡിൽ പോയി 1 year മാസ്റ്റേഴ്സ് പഠിച്ച് സ്റ്റേ ബാക്കിൻ്റെ സമയത്ത് ജോലി കണ്ടുപിടിച്ച് സെറ്റിൽ ആവാൻ പറ്റുന്ന എല്ലാ അവസരങ്ങളും ഉണ്ടാവട്ടെ. All the best. Thank you.